Dear students, Computer Networks Unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രാൻസ്മിഷൻ മോഡ്സ്, ഏതൊക്കെയാണ് ട്രാൻസ്മിഷൻ മോഡ്സ് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ നെറ്റ്വർക്ക്സ് എന്താണെന്നുള്ളത്, അതേപോലെ ഒരു ലെയേർഡ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും, എന്താണ് ലെയേർഡ് ആർക്കിടെക്ചറും അതിൻ്റെ അഡ്വാൻറ്റേജും അല്ലെങ്കിൽ അത് എന്തിനാണ് നമ്മൾ ലെയേർഡ് ആർക്കിടെക്ചർ ആക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം ട്രാൻസ്മിഷൻ മോഡ് അല്ലേ, ആ പേരിൽ തന്നെ ഉണ്ട് ട്രാൻസ്മിഷൻ മോഡ്. ട്രാൻസ്മിറ്റ് ചെയ്യുക, അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് അല്ലേ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ വെരിഫൈഡ് ഡിവൈസുകളെ ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ച് തന്നെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയാം. അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസും ടോപ്പോളജിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ ട്രാൻസ്മിഷൻ മോഡ്, അതായത് ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ അയക്കുന്നത്, അതിൻ്റെ മോഡ് എന്താണെന്നുള്ളതിനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ വേ ഇൻ വിച്ച് ഡാറ്റ ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ ഡിവൈസ് ഈസ് നോൺ ആസ് ട്രാൻസ്മിഷൻ മോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ദ ട്രാൻസ്മിഷൻ മോഡ് ഈസ് ഓൾസോ നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ മോഡ്. ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡ് എന്നും പറയാറുണ്ട്. സോ ഈച്ച് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഹാസ് എ ഡയറക്ഷൻ associated with it and transmission media provide the direction. Therefore the transmission mode is also known as directional mode. So ട്രാൻസ്മിഷൻ മീഡിയനെ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മോഡ് നമ്മൾ ഡയറക്ഷണൽ മോഡ് എന്നും പറയും. കാരണം അതിന് ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനലിന് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ, ആ കമ്മ്യൂണിക്കേഷന് ബേസ് ചെയ്തിട്ടൊരു ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ ഡയറക്ഷണൽ മോഡ് എന്നും പറയാറുണ്ട്. ദ ട്രാൻസ്മിഷൻ മോഡ് ഈസ് ഡിഫൈൻഡ് ഇൻ ദി ഫിസിക്കൽ ലെയർ. സോ ഈ ട്രാൻസ്മിഷൻ മോഡ് എന്നുള്ളത് ഫിസിക്കൽ ലെയറിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ലെയർഡ് ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഫിസിക്കൽ ലെയർ എന്നുള്ളത് കൂടുതൽ അവിടെ പഠിക്കും. ഓക്കെ, 7 ലെയറാക്കി തിരിക്കുന്നുണ്ട് OSI മോഡലൊക്കെ. അതിൽ ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ്. ആ ലെയറൊക്കെ നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ ഫിസിക്കൽ ലെയറിലാണ് ഈ ട്രാൻസ്മിഷൻ മോഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ട്രാൻസ്മിഷൻ മോഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് വൺ സിംപ്ലെക്സ് മോഡ്. സിംപ്ലെക്സ് എന്നാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്നാൽ 2 വേ ആണ്, ബട്ട് രണ്ട് സൈഡിലേക്കും ഒരേ സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഡിവൈസ് ടു ഡിവൈസ് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും രണ്ട് സൈഡിലേക്കും ഒരേ സമയത്ത് നടക്കില്ല. ദെൻ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്, അതായത് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്, രണ്ട് ഡിവൈസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ ടൈം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. സോ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ട്രാൻസ്മിഷൻ മീഡിയനെ ഡിവൈഡ് ചെയ്യാം. ഒരു 4 മാർക്കിനൊക്കെ ചില സമയത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം വൃത്തിയായിട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. സിംപ്ലെക്സും ഹാഫ് ഡ്യൂപ്ലെക്സും അതേപോലെ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്സും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം സിംപ്ലെക്സ് മോഡ്. സോ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂണി ഡയറക്ഷണൽ, ദാറ്റ് ഈസ് ദ ഡാറ്റ ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഡാറ്റ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. അതായത് ഡിവൈസ് എയും ബിയും കണക്റ്റഡ് ആണെങ്കിൽ ഏതർ എന്ന് ബിയിലേക്ക് മാത്രം ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ബിന്ന് എയിലേക്ക് മാത്രമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റേഡിയോ അല്ലേ, നമ്മൾ മൻ കി ബാത്ത് ഒക്കെ പറയില്ലേ. സോ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അതാണ് സിംപ്ലെക്സ് മോഡ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. ദ റേഡിയോ സ്റ്റേഷൻ ഈസ് എ സിംപ്ലെക്സ് ചാനൽ ആസ് ഇറ്റ് ട്രാൻസ്മിറ്റ് ദ സിഗ്നൽ ടു ദ ലിസണേഴ്സ് ബട്ട് നെവർ അലോ ദം ടു ട്രാൻസ്മിറ്റ് ബാക്ക് അല്ലേ. റേഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. റേഡിയോ എന്ന് ഇങ്ങനെ നിങ്ങളോട് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്നല്ല, അതൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇറ്റ് ഈസ് എ സിംപ്ലെക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. The main advantage of the simplex mode is that the full capacity of the communication channel can be utilized during transmission. So അവിടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ പോകാനുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ ഫുൾ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉപയോഗിക്കാൻ പറ്റും. സോ ഇതാണ് ഈ ഡിവൈസിൽ നിന്ന് ഈ ഡിവൈസിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രം. ഇവിടെ ഇപ്പം ഈ ഡിവൈസിൽ നിന്ന് ഈ ഡിവൈസിലേക്ക് മാത്രമേ ഡാറ്റ പോകുന്നുള്ളൂ. സോ ഇതിനാണ് നമ്മൾ സിംപ്ലെക്സ് മോഡ് എന്ന് പറയാം. സോ രണ്ടാമത്തെ അപ്പം ഹാഫ് ഡ്യൂപ്ലെക്സ് എന്തായിരിക്കും? സിംപ്ലെക്സ് വൺ വേ ആണെങ്കിൽ ഇത് 2 വേ ആണ്, പക്ഷേ അവരൊരു കണ്ടീഷൻ ഉണ്ട്, രണ്ട് ഡയറക്ഷനിലേക്കും ഒരേ സമയത്ത് ഡാറ്റ പോകില്ല. സോ മെസ്സേജ് ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻ ബട്ട് നോട്ട് അറ്റ് ദി സെയിം ടൈം. ദ എൻ്റയർ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദി വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം. സോ ഇവിടെയും ഒരു ഭാഗത്തേക്ക് മാക്സിമം ആ ചാനലിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ ബാൻഡ്വിഡ്ത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം മറ്റേ സമയത്ത് വൺ വേ മാത്രമേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട്. സോ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വാക്കി ടോക്കി അല്ലേ. നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിലൊക്കെ ഉള്ള സാധനം അല്ലേ. അതിൽ അറ്റ് എ ടൈമിൽ ഒരാൾ സംസാരിക്കും, അത് കഴിഞ്ഞ് അടുത്ത ആൾ സംസാരിക്കും, കണ്ടിട്ടുണ്ടാവും. സോ അതാണ് വാക്കി ടോക്കി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്. സോ ഇവിടെ എ നിന്ന് ബിയിലേക്കും പോവും,
ബിന്ന് എയിലേക്കും പോകും. പക്ഷേ രണ്ടും ഒരേ സമയത്ത് നടക്കില്ല. ഒന്ന് എന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും ബിന്ന് എയിലേക്ക് പോകില്ല, അതേപോലെ തിരിച്ചു. ഇതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. ദെൻ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. സെയിം ടൈമിൽ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. In full duplex mode, the communication is bidirectional, that is, data flow in both the directions. Both the stations can send and receive the message simultaneously. Full duplex mode has two simplex channels. One channel has a traffic moving on direction and another channel has a traffic flowing the opposite direction. So, ഇതിന് നമുക്ക് ചാനലിൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് സിംപ്ലെക്സ് ചാനൽ ആക്കി കാണിക്കാം. അതായത് എന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും രണ്ട് സെപ്പറേറ്റ് സിംപ്ലെക്സ് ചാനൽ കണക്ട് ചെയ്ത പോലെയാണത് അല്ലേ. തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അവിടെ. ദ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ആസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസ്. സോ ഫുൾ ഡ്യൂപ്ലെക്സിനെയാണ് നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഈസ് ടെലിഫോൺ നെറ്റ്വർക്ക്. സോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ ഇറ്റ് ഈസ് എ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൻ്റെ എക്സാമ്പിളാണ്. സോ ബോത്ത് വേ കമ്മ്യൂണിക്കേഷനാണ് ഈ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. സോ ഇത്രയേ ഉള്ളൂ ട്രാൻസ്മിഷൻ മോഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എക്സാമിനൊരു 4 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ. സിമ്പിളാണ് സാധനം. ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഇൻ്റർ നെറ്റ്വർക്കിലേക്ക് പോവാം. സോ ഇൻ്റർ നെറ്റ്വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. നെറ്റ്വർക്കുകളുടെ കണക്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ്. ആൻഡ് ഇൻ്റർ നെറ്റ്വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദി 2 or more കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് LAN or WAN or computer network segment are connected using devices and they are configured by a local addressing schema. സോ രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടർ LAN അല്ലെങ്കിൽ വാനുകളോ എല്ലാം കൂടെ ഇൻ്റർ കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ പറയുക ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. യൂസിങ് എ ലോക്കൽ അഡ്രസ്സിംഗ് സ്കീം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഇൻ്റർ നെറ്റ്വർക്കിംഗ്. An interconnection between public, private, commercial, industrial or government computer network can also be defined as internet network. അതായത് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഇൻ്റർ നെറ്റ്വർക്ക് യൂസസ് ദി പ്രോട്ടോക്കോൾ. അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. IP കേട്ടിട്ടുണ്ടോ നിങ്ങൾ? The reference model used for internet networking is Open System Interconnection. OSI മോഡൽ എന്ന് പറയും. ഒരു ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് OSI മോഡൽ എന്ന് പറയും, ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ. സോ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് രണ്ട് ടൈപ്പിലാണ് ഇൻ്റർ നെറ്റ്വർക്ക് ഉള്ളത്. ഒന്ന് എക്സ്ട്രാനെറ്റും പിന്നെ ഒന്ന് ഇൻട്രാനെറ്റും. എക്സാമിന് ചോദിക്കാനുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രാനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ചില എക്സാമിനൊക്കെ. സോ എന്താണെന്ന് നോക്കാം നമുക്ക്. എക്സ്ട്രാനെറ്റ്. An extranet is a communication network based on the internet protocol such as transmission control protocol and internet protocol. സോ ഇവിടെ വർക്ക് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണ്? TCP IP എന്നുള്ള പ്രോട്ടോക്കോൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് എന്ത് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഫർമേഷൻ ഷെയറിംഗ്. The access to the extranet is restricted to only those who have the login credential. സോ ഈ നെറ്റ്വർക്കിലേക്ക് എക്സ്ട്രാനെറ്റ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കത് വേണം, ലോഗിൻ ക്രെഡൻഷ്യൽ വേണം, യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവണം. An extranet is the lowest level of internet networking. It can be categorized as MAN, WAN or other computer networks. An extranet cannot have a single LAN. At least it must have one connection to external network. അതായത് ഒരു സിംഗിൾ ലാനിന് മാത്രം കൂടി അത് എക്സ്ട്രാനെറ്റ് ആവില്ല, പുറത്തേക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം. ഒരു ലാൻ പ്ലസ് വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലുള്ള ഒരു കണക്ഷനും കൂടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ എക്സ്ട്രാ നെറ്റ് ആവുന്നുള്ളൂ. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻ്റർ നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. An intranet is a private network based on the internet protocols such as TCP/IP. നേരത്തെ പറഞ്ഞ അതേ പ്രോട്ടോകോൾസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. TCP/IP തന്നെയാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും CTC TCP/IP. ഓക്കെ. An intranet belongs to an organization which is only accessible by organization's employee or members. So intranet എന്നാൽ വിത്തിൻ ദ സിസ്റ്റമാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അതായത് ഇപ്പം IBM, മൈക്രോസോഫ്റ്റ് പോലെയുള്ള വലിയ വലിയ കമ്പനീസിനൊക്കെ അവർക്ക് അവരുടേതായ നെറ്റ്വർക്ക് ഉണ്ടാവും. അതായത് അവർക്ക് അവരുടെ എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്ക് ഉണ്ടാവും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിനെയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. The main aim of the internet is to share information and resource among the organization's employees. സോ ഇങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് അവിടെ ബിറ്റ്വീൻ ദി എംപ്ലോയീസ്.
And internet provide the facility to work in group and for teleconference. So internet ഉണ്ടാകുന്നതോടുകൂടി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതായത് എംപ്ലോയീസിന് വിത്തിൻ ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസിന് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനും അതേപോലെ ടെലികോൺഫറൻസിനൊക്കെ പോസിബിൾ ആവും. സോ ഇൻട്രാനെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് പ്രൊവൈഡ് എ ചീപ്പ് ആൻഡ് ഈസി കമ്മ്യൂണിക്കേഷൻ. An employee of the organization can communicate with another employee through email, chat, video call, whatever, etc. So communication possible ആക്കും, ചീപ്പ് വേയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും വിത്തിൻ ദി എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ. ടൈം സേവിങ്, ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ് ഈസ് ഷെയറിങ് ഇൻ റിയൽ ടൈം. സോ നിങ്ങൾക്കറിയാം, സാധാരണ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് മെയിൽ അയക്കണം അല്ലേ, എന്തെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോയി മെയിൽ അയച്ച്. സോ ഇറ്റ് ടേക്ക് ടൈം. സോ അവിടെ ഒരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ട് സോ അവിടെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്. തേർഡ് അഡ്വാൻറ്റേജ്, കൊളാബറേഷൻ. ദ ഇൻഫർമേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് ബൈ ഓതറൈസ്ഡ് യൂസർ. സോ അവിടെ നിങ്ങളുടെ ഇൻഫർമേഷൻ, കമ്പനിയുടെ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഡിഫറെൻറ്റ് എംപ്ലോയീസിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡിഫറെൻറ്റ് ലൊക്കേഷനിലല്ലേ. സോ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓതറൈസ്ഡ് യൂസേഴ്സിന് അതെന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്തിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും അവിടെ. Platform independency. So it is a neutral architecture, as the computer can be connected to the another device with different architecture. So ഏതിൻ്റെ ആർക്കിടെക്ചറുള്ള ഡിവൈസിനും അതെന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻ്റർനെറ്റിൽ ആക്സസിബിൾ ആണ്. സോ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ്. സോ പീപ്പിൾ ക്യാൻ സീ ദ ഡാറ്റ ഓൺ ഡോക്യുമെൻറ്റ്സ് ബൈ യൂസിങ് ദ ബ്രൗസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഓവർ ദി ഇൻ്റർനെറ്റ്. ദിസ് ലീഡ് ടു എ റിഡക്ഷൻ ഇൻ ദി കോസ്റ്റ്. സോ അവിടെ കമ്മ്യൂണിക്കേഷൻ, അതായത് ഡാറ്റയും അതേപോലെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ത്രൂ ദിസ് ഇൻ്റർനെറ്റ്. സോ അത് നിങ്ങളുടെ മെസ്സേജ് ട്രാൻസ്ഫറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡാറ്റ ഷെയറിങ്ങിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അതിന് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞതൊക്കെ. സോ ഇൻ്റർനെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്താണ് ഇൻ്റർനെറ്റ്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഹിസ്റ്ററി അല്ലേ, ഇപ്പോഴത്തെ ഓരോ ജനറേഷൻ അല്ലേ, ഇ എന്നുള്ളതായിരുന്നു ആദ്യം, പിന്നെ അത് H++ ആയില്ലേ, ഇപ്പം LTE ആയി, ഇനി 5G 4G കഴിഞ്ഞ് 5G വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക അപ്ഡേഷൻസ് വന്നുകൊണ്ട് എന്തുകൊണ്ട് ഇൻ്റർനെറ്റിൽ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അല്ലേ. ഹിസ്റ്ററി ഫ്രം ബിഗിനിങ് ടു പ്രസൻറ്റ് എന്തായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ അതായത് ഹിസ്റ്ററി എന്താണെന്നുള്ളത് അത് നോക്കി വെക്കുക. അതേപോലെ യൂസസ് ഓഫ് ഇൻ്റർനെറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്, ചിലപ്പോൾ എക്സാം ചോദിക്കാം എവിടേക്കാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ പറ്റും. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാനതിവിടെ പറയുന്നില്ല എന്താണെന്നുള്ളത്. ദെൻ പ്രോട്ടോക്കോൾസ് ഒരുപാട് നമ്മളിനി വരുന്ന ടോപ്പിക്കിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നോക്കി വെക്കുക നിങ്ങൾ. ദെൻ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഐഡിയ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു വർക്ക് പോലെ എടുക്കുക നിങ്ങൾ ഈ ഒരു സ്ലൈഡിലുള്ള കണ്ടൻറ്റ്. സോ ഇനി ഉള്ളത് നെറ്റ്വർക്ക് മോഡൽസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ്, മൂന്നാമത്തെ ടോപ്പിക്കാണ് നെറ്റ്വർക്ക് മോഡൽ. ഇതിൽ നിന്നാണ് നമ്മൾ ലെയർഡ് ആർക്കിടെക്ചറിലേക്ക് പോകുന്നത്. നെറ്റ്വർക്ക് മോഡൽ അല്ലേ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്ഷനാണ്. അതിൻ്റെ മോഡൽ എങ്ങനെയാണ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ നെറ്റ്വർക്ക് മോഡൽ റിഫ്ലെക്ട്സ് എ ഡിസൈൻ ഓർ ആർക്കിടെക്ചർ ടു അക്കംപ്ലിഷ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിസ്റ്റം അല്ലേ. അതായത് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ ആർക്കിടെക്ചർ, അതായത് ഒന്നോ രണ്ടോ സിസ്റ്റം അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റം കണക്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുക. ആ നെറ്റ്വർക്ക് എങ്ങനെയാണ് അതിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ നെറ്റ്വർക്ക് മോഡൽ. നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. സോ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് സോഫ്റ്റ്വെയർ, ഫേംവെയർ, ചിപ്പ് ലെവൽ എഞ്ചിനീയറിംഗ്, ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക് പൾസസ്, അങ്ങനെ ഒരുപാട് കോമ്പോണൻറ്റ് കൂട്ടിയിട്ട് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഡിവൈസിനെ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടാസ്ക്കാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് നമുക്ക് അല്ലേ. സോ ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് ടാസ്ക്, കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. സോ അതിനെ ഈസിയാക്കാൻ വേണ്ടി, ഈ വലിയ പ്രോബ്ലത്തിന് നമ്മൾ ഈസിയാക്കാൻ സാധാരണ എന്ത് ചെയ്യും, അതിനെ ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും. അത് തന്നെയാണ് ഇവിടെയും നെറ്റ്വർക്ക് മോഡൽ പറഞ്ഞത്. ടു ഈസ് ദി നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് the whole network concept is divided into multiple layers. സോ നമ്മുടെ ഇവിടെ മൊത്തം നെറ്റ്വർക്കിനെ ഒരുമിച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം അതിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആക്കി മാറ്റും. എൻ്റയർ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലംസ് ആക്കും, അതിനോരോ ലെയേഴ്സ് എന്ന് പറയും. സോ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആക്കും നമ്മുടെ ഈ മൊത്തം നെറ്റ്വർക്കിനെ. സോ അതാണ് ഒരു നെറ്റ്വർക്ക് മോഡൽ, ലെയേർഡ് മോഡൽ എന്ന് പറയും.
So each layer is involved in some particular task and is independent of all other layers. So നമ്മൾ വലിയ ലെയറിന് അല്ലെങ്കിൽ വലിയ പ്രോബ്ലത്തിൻ്റെ അടുത്ത് ലെയർഡ് ആക്കി തിരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോ ലെയറിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് ഉണ്ടാവും. സോ ദാറ്റ് ടാസ്ക് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രോം ഓൾ അതർ ലെയേഴ്സ്. സോ നമുക്ക് ഓരോന്നിനെയും ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സോൾവ് ചെയ്യാൻ പറ്റും, നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന പോലെ. ഓക്കെ. ബട്ട് ആസ് എ ഹോൾ ഓൾമോസ്റ്റ് ഓൾ നെറ്റ്വർക്കിംഗ് ടാസ്ക് ഡിപ്പെൻഡ് ഓൺ ഓൾ ഓഫ് ദീസ് ലെയർ. സോ ലെയർഡ് ആക്കി തിരിച്ചാൽ അതിൻ്റെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം നെറ്റ്വർക്കിൻ്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആണെങ്കിൽ ഈ എല്ലാ ലെയറും വർക്ക് ചെയ്യണം. ലെയർ share data between them and they depend on each other only to take input and send output. So ഈ ലെയർഡ് ആർക്കിടെക്ചറിൽ ലെയേഴ്സ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ അത് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടി, അത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമാണ്, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ലെയർഡ് ആർക്കിടെക്ചർ ഇൻഡിപെൻഡൻറ്റ്. സോ അതിൻ്റെ അകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് ഒക്കെ എൻ്റയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ലെയർഡ് ആർക്കിടെക്ചർ എന്താണെന്നാണ് പറയുന്നത്. The main aim of the layered architecture is to divide the design into small pieces. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ഹ്യൂജ് ടാസ്ക്കാണ്. അതിനെ ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പീസസ്. ഈച്ച് ലോവർ ലെയർ ആഡ്സ് ഇറ്റ്സ് സർവീസ് ടു ദി ഹയർ ലെവൽ ടു പ്രൊവൈഡ് എ ഫുൾ സെറ്റ് ഓഫ് സർവീസ് ടു മാനേജ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റൺ ദി ആപ്ലിക്കേഷൻ. സോ ഒരുപാട് ലെയർ ഉണ്ടാവും, അതിൽ ലോവർ ലെയറും അത് അപ്പർ ലെയറും ഒക്കെ ഉണ്ടാവും. അതായത് ഒരു ലെയർ ആർക്കിടെക്ചറാണ്. ആ ലെയറിൽ ലോവർ ലെയർ എന്ത് ചെയ്യും, അതിനെന്തൊക്കെയോ ഫങ്ഷൻസ് ചെയ്യാനുണ്ടാവും. അത് എന്ത് ചെയ്യും, ചെയ്തിട്ട് അടുത്ത ലെയറിലേക്ക് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അടുത്ത ലെയർ അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കും. സോ താഴെയുള്ള ലെയർ എന്തെങ്കിലും സർവീസ് ചെയ്താൽ അത് തൊട്ട് മുകളിലുള്ള ആൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അയാൾ കുറച്ച് സർവീസ് ചെയ്യും, ഓപ്പറേഷൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആൾക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് മോഡുലാരിറ്റി ആൻഡ് ക്ലിയർ interface. It ensures the independence between layer by providing the service from lower to higher level without defining how the service are implemented. So ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് ഓരോ ലെയറിൻ്റെ അകത്ത് നടക്കുന്ന ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണെന്നർത്ഥം. Therefore any modification in layer will not affect the other layer. So ലെയർഡ് ആർക്കിടെക്ചർ ഒരു ലെയർ നടക്കുന്ന മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും തൊട്ടടുത്ത ലെയറിൽ എന്തില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. So the number of layer functions, content of each layer will vary from network to network. So ഓരോ നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഓരോ നമ്പർ ഓഫ് ലെയേഴ്സും അതേപോലെ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. So layered architecture, the basic element of layered architecture are services, protocols and interfaces. സർവീസ് എന്നാൽ എന്തെന്നാണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ഷൻ ദാറ്റ് എ ലെയർ പ്രൊവൈഡ് ടു ദി ഹയർ ലെയർ. സോ ഓരോ ലെയർ ആർക്കിടെക്ചറിൻ്റെ മെയിൻ കോമ്പോണൻ്റ് ആണ്, എലമെൻറ്റ്സ് ആണ് സർവീസ്, പ്രോട്ടോക്കോൾ, ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. അതിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ലോവർ ലെയർ അതിൻ്റെ മുകളിൽ ലെയറിന് കൊടുക്കുന്ന സർവീസ്, അതിനെയാണ് നമ്മളെന്ന് പറയുക, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുക. രണ്ടാമത്തത് പ്രോട്ടോക്കോൾ, ഇറ്റ് ഡിഫൈൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് എ ലെയർ യൂസസ് ടു എക്സ്ചേഞ്ച് ദി ഇൻഫർമേഷൻ വിത്തിൻ പിയർ എൻറ്റിറ്റി. ദീസ് റൂൾസ് മെയിൻലി കൺസേൺ അബൌട്ട് both the content and order of the message use. So ഓരോ ലെയറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഫോർ മെസ്സേജ് ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടി, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസിനെയാണ്, അല്ലെങ്കിൽ നിയമത്തിനെ അല്ലേ, അതിന് വേണ്ടിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസസ്, ഇറ്റ് ഈസ് എ വേ ത്രൂ വിച്ച് ദ മെസ്സേജ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ലെയർ ടു അനദർ ലെയർ. ഓരോ ലെയറിൽ നിന്ന് മറ്റേ ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു എന്ത് വേണം, ഒരു ഇൻ്റർഫേസ് ആവശ്യമുണ്ട്. അതാണ് interface. It's a way through which message is transferred from one layer to another layer. In layer n architecture, layer n on one device, like one machine, will have the communication with layer n on another machine, and the rules used in a conversation are known as എ ലെയർ എൻ പ്രോട്ടോക്കോൾ. അതായത് 2-3 ഡിവൈസുകളുണ്ട്, അതിൻ്റെ ലെയർ എന്നിലുള്ള ഒരു എലമെൻറ്റും അല്ലെങ്കിൽ ലെയർ എന്നും, അത് എയും ബിയും 2 ഡിവൈസ് നെറ്റ്വർക്കിൽ, അതിൽ ഈ എക്കും ബിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് ലെയർ ആർക്കിടെക്ചറാണ്. എൻ്റെ ലെയർ എന്നിന് ബീൻ്റെ ലെയർ എന്നുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ലെയർ എൻ പ്രോട്ടോക്കോൾ. അതായത് ഫസ്റ്റ് ലെയർ ആണെങ്കിൽ ലെയർ 1 പ്രോട്ടോക്കോൾ എന്ന് പറയും, 5th ലെയർ ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലെയർ 5 പ്രോട്ടോക്കോൾ എന്ന് പറയും. എങ്ങനെയാണ് അതിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, സോ ഒരു ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. ഒരു 5 ലെയർ ആർക്കിടെക്ചർ, 5 ലെയേഴ്സുള്ള ഒരു ആർക്കിടെക്ചറാണ്.
ഇത് ഒരു മെഷീനാണ്, നെറ്റ്വർക്കിലെ എ എന്നുള്ള ഡിവൈസ് തൽക്കാലം, ഇത് ബി. ഓക്കെ, അപ്പം എയും ബിയും നമ്മൾ 5 ലെയർ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ലെയർ 1 2 3 4 5. സോ ഇവിടെയും ലെയർ 1 to 5 വരെ. സോ എക്ക് ബിയിലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ ആദ്യം എൻ്റെ ലെയർ 5 നിന്ന് 4ലേക്ക് പോകും, 3ലേക്ക് പോകും, 2ലേക്ക് പോകും, 1ലേക്ക് പോകും. ദെൻ ഫിസിക്കൽ മീഡിയത്തിലൂടെ ഡാറ്റ വന്നിട്ട് ബീൻ്റെ ലെയർ 1ൽ ലെയർ 1 2 നിന്ന് 3ലേക്ക് 4ലേക്ക് 5ലേക്ക് ഇവിടെ എത്തിയാലാണ് ബിയിലെത്തുള്ളൂ. അതായത് എ എന്ന് ബിയിലേക്ക് ഒരു ഡാറ്റ അയക്കണമെങ്കിൽ അല്ലെങ്കിൽ എ എന്നുള്ള ഡിവൈസ് ഇവിടെയാണ്, അതിൻ്റെ ലെയർ 5 നിന്ന് ബീൻ്റെ ലെയർ 5ലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ നേരിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അയക്കാൻ പറ്റില്ല. അത് തൊട്ട് താഴെയുള്ള ലെയറിൽ പോയി താഴെ പോയി ഫിസിക്കൽ മീഡിയത്തിലൂടെ ബീൻ്റെ ഏറ്റവും ലോവർ ലെവലിൽ എത്തിയിട്ട് അതിങ്ങനെ മുകളിലേക്ക് വന്ന് ഈ ലെയറിൽ എത്തണം. ഇങ്ങനെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ. അല്ലാതെ ഈ ഡിവൈസിൻ്റെ ലെയർ 5 നിന്ന് ഈ ഡിവൈസിൻ്റെ ലെയർ 5ലേക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ തന്നെ പോകണം. ഈ മൗസ് പോയിൻ്റ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഇങ്ങനെ തന്നെ, ഇവിടുന്ന് തൊട്ട് താഴെ പോയി ഫിസിക്കൽ മീഡിയത്തിൽ ഇതുവഴി പോയി ഇങ്ങനെ പോകണം. ഓക്കെ, സോ ഇവിടെ ലെയർ 5ഉം ലെയർ 4ഉം തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ലെയർ 4-5 ഇൻ്റർഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ ലെയർ 3-4 ലെയർ 3-4 ഇൻ്റർഫേസ് എന്ന് പറയും. അതേപോലെ ഇത് ഒരു ഭാഗത്തെ ഡിവൈസാണ്, ലെയറാണ് എ, ഇത് ബി ആണ്. ലെയർ എൻ്റെ 5ഉം ലെയർ ബീൻ്റെ 5ഉം തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ലെയർ 5 പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതേപോലെ ലെയർ 4ഉം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ലെയർ 4 പ്രോട്ടോക്കോൾ. അങ്ങനെ ലെയർ എന്നും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലെയർ എൻ പ്രോട്ടോക്കോൾ. അതാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് ഇവിടേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഇപ്പം മൗസ് പോകുന്ന പോലെ അയക്കാൻ പറ്റില്ല. പകരം എങ്ങനെ പോകുള്ളൂ, ഇവിടുന്ന് താഴെ പോയി ഫിസിക്കൽ മീഡിയത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഡാറ്റ അടുത്ത നെറ്റ്വർക്കിൽ അടുത്ത ഡിവൈസിലേക്ക് പോവുള്ളൂ. സോ അവിടുന്ന് ഏറ്റവും ലോവർ ലെയറിലാണ് ആദ്യത്തെ, അവിടുന്ന് അങ്ങനെ മുകളിൽ വന്ന് ഏത് ലെയറാണോ നമുക്ക് വേണ്ടത് അവിടേക്ക് ഡാറ്റ എത്തും. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, so in case of layered architecture, no data transfer from layer n of the one machine to layer n of other machine. ഇപ്പോൾ പറഞ്ഞതാണ് ലെയർ 5 നിന്ന് ലെയർ 5ലേക്ക് നമുക്ക് ഡാറ്റ ഒരിക്കലും അയക്കാൻ പറ്റില്ല. എന്ത് വേണം, ഏറ്റവും താഴെയുള്ള ഫിസിക്കൽ മീഡിയത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ. Instead, each layer passes the data to layer immediately just below it until its lowest layer is reached. Below layer 1, the physical medium through which the actual communication take place. അതാണ് നേരത്തെ പറഞ്ഞത്, ഫിസിക്കൽ മീഡിയത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ഒരു മെഷീനിൽ നിന്ന് വേറെ മെഷീനിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. In a layered architecture, unmanageable tasks are divided into several small and manageable tasks. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ ലെയർ ആർക്കിടെക്ചറിൽ. ഇവിടെ ഒരു അൺമാനേജബിൾ ടാസ്കിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ ടാസ്ക് ആക്കി മാറ്റുന്നുണ്ട്. The data is passed from the upper layer to lower layer through an interface. സോ അപ്പർ ലെയർ നിന്ന് ലോവർ ലെയർ, അതായത് രണ്ട് ലെയർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു ഇൻ്റർഫേസ് അവിടെ ഉണ്ട്. ലെയർ 3ഉം 4 ആണെങ്കിൽ ലെയർ 3-4 ഇൻ്റർഫേസ്, 1-2 ആണെങ്കിൽ ലെയർ 1-2 ഇൻ്റർഫേസ്. അങ്ങനെ ഒരു ഇൻ്റർഫേസ് വീട്ടാണ് ഇത് ട്രാൻസ്ഫറിങ് നടക്കുന്നത് ത്രൂ ലെയർസ്. എ സെറ്റ് ഓഫ് ലെയർ ആൻഡ് പ്രോട്ടോകോൾ ഈസ് നോൺ ആസ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. സോ ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് ലെയറിനെ അതേപോലെ അതിൻ്റെ പ്രോട്ടോകോൾസ് അതിൽ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ വൈ ഡു വി റിക്വയർ ലെയർഡ് ആർക്കിടെക്ചർ? സോ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. നമ്മൾ പറഞ്ഞു ഒരു വലിയ പ്രോബ്ലം നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാൻ തന്നാൽ അത് ഡിഫിക്കൽട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും, യൂഷ്വലി അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് മാനേജബിൾ പാർട്ടാക്കി മാറ്റി അതിനെ ചെറിയ പാർട്ടിനെ സോൾവ് ചെയ്തിട്ട് ആ വലിയ പ്രോബ്ലം സോൾവ് ചെയ്യും. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. ദി അൺമാനേജബിൾ ടാസ്ക് ആർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ആൻഡ് മാനേജബിൾ ടാസ്ക്. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് അപ്രോച്ച് റിഡ്യൂസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദി ഡിസൈൻ. മൊഡുലാരിറ്റി നമ്മൾ പറഞ്ഞു, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ മൊഡ്യൂളാക്കിയിട്ട് നമ്മളെ പ്രോബ്ലം തിരിച്ചും അതിനെ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. സോ ലെയർഡ് ആർക്കിടെക്ചർ ഈസ് മോർ മൊഡുലാർ. മൊഡുലാരിറ്റി പ്രൊവൈഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ലെയർ വിച്ച് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. സോ ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതറാണ്, അതായത് ഒന്നിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും അടുത്തതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ, ഈസി ടു മോഡിഫൈ. ഇറ്റ് എൻഷുർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ലെയർ സോ ദാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ വൺ ലെയർ ക്യാൻ ബി ചേഞ്ച് വിത്തൗട്ട് അഫക്റ്റിംഗ് അനദർ ലെയർ. സോ ഒരു ലെയർ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ അത് അടുത്ത ലെയറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് മോഡിഫിക്കേഷൻ ഈസിയാണ് ഇവിടെ. സോ ഈസി ടു ടെസ്റ്റ്. ഈച്ച് ലെയർ ഓഫ് ദി ലെയർ ആർക്കിടെക്ചർ ക്യാൻ ബി അനലൈസ്ഡ് ആൻഡ് ടെസ്റ്റഡ് ഇൻഡിവിജ്വലി. സോ നമുക്ക് എന്തെങ്കിലും അനലൈസ് ചെയ്യാൻ അതുപോലെ ടെസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. സോ ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കാണ്. ട്രാൻസ്മിഷൻ മോഡ്സ്, അല്ലെ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ എങ്ങനെയാണ് മോഡ്, സിംപ്ലക്സ്, ഹാഫ് ഡുപ്ലെക്സ് ആൻഡ് ഫുൾ ഡുപ്ലെക്സ്. ദെൻ അതിനുശേഷം ഇൻട്രാനെറ്റ് അല്ലെ എക്സ്ട്രാനെറ്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം അവസാനത്തെ ഈ ടോപ്പിക്ക്
നെറ്റ്വർക്ക് മോഡലിൽ ലെയർ ആർക്കിടെക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.